കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോമിൻ്റെ മവാലി എന്ന സ്റ്റോറിയുടെ സമ്മറിയാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 3 പാർട്ടായിട്ടാണ് സമ്മറി ഉള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷൻ ആണ്, സെക്കൻഡ് പാർട്ട് മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് ഭാഗത്ത് കൺക്ലൂഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ ഓർഡറിൽ എഴുതിയാൽ മതി. ഞാൻ ഓരോ പാരഗ്രാഫ്, ഓരോ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്, മെയിൻ പാർട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട്, കൺക്ലൂഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മലയാളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇത് മൂന്നും ഒരുമിച്ച് എഴുതിയാൽ മതി. यह कहानी मुंबई के चौपाटी समुद्र तट की पृष्ठभूमि पर आधारित है. ഈ സ്റ്റോറി മുംബൈയിലുള്ള ചൗപ്പാട്ടി സമുദ്രതട്, അതായത് ചൗപ്പാട്ടി എന്ന് പറയുന്ന കടൽ തീരത്തിന്റെ പൃഷ്ഠഭൂമി പർ ആധാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് എന്നാണ്. യഹാം എക് 13-14 സാൽ കാ ഗരീബ് ഓർ അനാഥ ലഡ്ക ഘൂം രഹാ ഹെ. അപ്പം ഈ മൈതാനത്തില് ഒരു 13-14 വയസ്സുള്ള ഗരീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദരിദ്രനായ, പാവപ്പെട്ട എന്നാണ്. അനാഥിലെടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥനായ ഒരു ആൺകുട്ടി ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ജിസ്കെ പാസ് പെഹന്നേക്കോ സിർഫ് ഏക് പുരാനി കമ്മീസ് ഹെ. ആ കുട്ടിയുടെ കയ്യില് ഇടാൻ വേണ്ടിയിട്ട് വെറും ഒരു പഴയ കമ്മീസ് മാത്രമാണുള്ളത്. കമ്മീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിനാണ് കേട്ടോ കമ്മീസ് എന്ന് പറയുന്നത്. ഒരു പഴയ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ആ കുട്ടീന്റെ കയ്യിൽ. വഹ് സ്വഭാവ് സെ ചഞ്ചൽ ഓർ ബേവാ ഹെ. ഈ കുട്ടി സ്വഭാവം കൊണ്ട് ഒരു ഭയങ്കര ചഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ ചടുലതയുള്ള എന്നുള്ള അർത്ഥമാണ്. അതേപോലെ ബേവാക്ക് എന്ന് പറഞ്ഞാൽ വളരെ തൻ്റെടിയായ ഒരു കുട്ടിയാണ് എന്നുള്ളതാണ്. അപ്പം സ്വഭാവം കൊണ്ട് ഈ കുട്ടി വളരെ ഭയങ്കര ആക്റ്റീവ് ആയെന്നൊക്കെ പറയുള്ളൂ നമ്മൾ, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. വഹ് അപ്നാ സമയ് രേത്ത് മേം സുന്ദർ ഓർ സാബുത്ത് സീപ്പിയാം ബട്ടൂർ നേമേം ബിത്താത്താ ഹെ. ആ കുട്ടി അവന്റെ സമയം രേത്തുമേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നാണ്, അതായത് കടൽ തീരത്തുണ്ടാവുന്ന പൂഴിമണ്ണുണ്ടല്ലോ, ആ മണ്ണിൽ നിന്നും സുന്ദർ ഓർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും സാബുത്ത് സീപ്പിയാം ബട്ടൂർ നേമേം ബിത്താത്തായ. സീപ്പിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്പികളാണ്, കടൽ തീരത്തുണ്ടാവുന്ന ഷെൽസ് ഉണ്ടാവുമല്ലോ, അതാണ് സീപ്പിയാം. സാബുത്ത് സീപ്പിയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാത്തതായിട്ടുള്ള ചിപ്പികൾ, അത് ശേഖരിക്കുന്നതാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഒരു ഹോബി. ഇവൻ ഇങ്ങനെയാണ് ഇവന്റെ സമയം ചെലവഴിക്കുന്നത്. വഹ് കിസി കെ കാം കർണേ കെ പ്രസ്താവ് കോ ടുക്രാ ദേത്താ ഹെ. ആരെങ്കിലും അവനൊരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവൻ അതൊക്കെ നിരസിക്കുകയാണ്. ക്യോങ്കി വഹ് അപ്നി മർസി കാ മാലിക് ഹെ. അവൻ അവന്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ഓർ അപ്നി ചോട്ടി സി ദുനിയാമേം ഖുഷ് ഹെ. അതുപോലെ തന്നെ അവൻ അവന്റെ ചെറിയ ലോകത്ത് വളരെ ഹാപ്പിയാണെന്ന് പറയുകയാണ്. ഇപ്പൊ ഇതാണ് നമ്മൾ കൺക്ലൂഷൻ പാർട്ടിൽ പറയുന്നത്. ഇനി അടുത്തത് മെയിൻ പാർട്ട് എന്താ നോക്കാം. एक दिन खेलते समय वह एक परिवार की गेंद पानी से निकलकर लाता है. ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുടുംബത്തിലെ, പരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമാണ്, കുടുംബത്തിന്റെ പന്ത്, ഗേന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്താണ്, അത് പാനി സേ നിക്കാൽക്കർ ലാത്താ ഹെ. അവൻ എന്ത് ചെയ്യാണ്, ഒരു ദിവസം ഇവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലിന്റെ പന്ത് എന്ത് ചെയ്തു, കടലിലേക്ക് പോയി. അപ്പൊ ഇവൻ എന്ത് ചെയ്യാണ്, അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരികയാണ്. ഉസ് പരിവാർ കെ മുഖിയ ഉസെ അപ്ന സാമാൻ ഉഠാനെ ഓർ ബർത്തൻ ധോനെ കെ ലിയെ രഖ് ലേത്തെ ഹെ. അപ്പം ഈ കുടുംബത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, ഇവനെ അവരുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും, ബർത്തൻ ധോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകാനൊക്കെ വേണ്ടിയിട്ട് ഇവനെ ഏർപ്പാടാക്കാണ്. ലഡ്ക ഈമാൻദാരി സെ കാം കർത്താ ഹെ. ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് ഈ ജോലിയൊക്കെ ചെയ്യുകയും ചെയ്യാണ്. ഈമാൻദാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോയൽ ആയിട്ട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. लेकिन मालकिन उस पर एक चम्मच चोरी करने का झूठा आरोप लगा देती है. പക്ഷേ ആ വീട്ടിലുള്ള ഒരു സ്ത്രീ, അവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു സ്ത്രീ എന്ത് ചെയ്യാണ്, ഇവന്റെ മുകളില് ഇവൻ ഒരു സ്പൂണ് മോഷ്ടിച്ചു എന്നുള്ള പേരിൽ ഒരു കള്ള ആരോപണം നടത്താണ്. ചമ്മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൂണാണ്, ചോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരാണ് കേട്ടോ. കള്ളത്തരം അല്ലെങ്കിൽ മോഷണം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചൂട്ട ആരോപ് എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു, എന്താ പറയാ, തെറ്റായ കള്ളക്കുറ്റം എന്നൊക്കെ പറയില്ല, അതാണ്. പുരുഷ് ഉസേ ബേർഹമി സേ മാർത്താ ഹെ ഓർ ഉസ്കി ജേബ് കി തലാഷ് ലേത്താ ഹെ. അപ്പൊ ഈ കുട്ടി കള്ളക്കുറ്റം ആരോപിച്ച സമയത്ത് ഈ പുരുഷൻ എന്ത് ചെയ്യാണ്, ഇവനെ ആദ്യം ജോലി ഏൽപ്പിച്ച ഈ പുരുഷൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഒരു കണ്ണുചോരില്ലാതെ അടിക്കുകയാണ്.
और उसकी जेब की തലാഷ് ലെത്തി ഹെ. ജേബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് ആണ്. പോക്കറ്റ് എന്ത് ചെയ്യാണ്? സെർച്ച് ചെയ്യാണ്. തലാഷ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാന്ന്. പോക്കറ്റ് സെർച്ച് ചെയ്യാണ്. तलाशी के दौरान लड़के की जेब में रखी उसकी मेहनत से जमा की गई सारी सीपियां ടൂട്ട് ജാത്തി ഹെ. ഇയാൾ ഈ തെരയുന്നതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടീന്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ കുട്ടി മെഹനത്ത് സേ ജമാ കീ ഗയി എന്ന് പറഞ്ഞാൽ വളരെ അധ്വാനത്തോടെ കൂടിയിട്ട് തെരഞ്ഞു പിടിച്ച് വെച്ചിരുന്ന ഈ കുട്ടീന്റെ ഈ സിപിന്റെ കളക്ഷനൊക്കെ സാരി സിപിയാം ടൂട്ട് ജാത്തി ഹെ. ഈ ചിപ്പികളൊക്കെ എന്ത് ചെയ്യാണ്? ഇയാള് ഈ തെരയുന്നതിന്റെ ഭാഗമായിട്ട് പൊട്ടിപ്പോവാണ്. ചമ്മച്ച് തോ നഹി മിൽത്ത. ആ ചമ്മച്ചാണെങ്കിൽ കിട്ടുമില്ല. ലേക്കിൻ പുരുഷ് ഗുസ്സെ മേം ലഡ്കെ കാ ഇക്ലൗത്ത കീമത്തി സാമാൻ ഉസ്കി മൃദു മാ കാ ദിയാ ഹുവാ താബെ കാ താവിസ് അന്ധേരെ മേം ദൂർ ഫേങ്ക് ദേത്താ ഹെ. അപ്പം ഈ ചമ്മച്ചൊട്ട് കിട്ടിയില്ല. പക്ഷേ ഈ പുരുഷൻ എന്ത് ചെയ്യാണ്? ഗുസ്സേമേം ദേഷ്യത്തില് ലഡ്കേക്ക ഇക്ലൗത്ത കീമത്തി സാമാൻ, ആ കുട്ടിയുടെ ഒരേ ഒരു, ഇക്ലൗത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു എന്നുള്ള അർത്ഥാണ്. ഒരേ ഒരു കീമത്തി സാമാൻ എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള ഒരു, അവനെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരേ ഒരു സാധനമാണ് അവന്റെ ഉസ്കി മൃദു മാ ക ദിയാ ഹുവ, അവന്റെ മരിച്ചു പോയതായിട്ടുള്ള അമ്മ അവന് നൽകിയ താമ്പേക്ക താവീസ്. താമ്പേക്ക താവീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെമ്പിന്റെ ഏലസാണ്. അതെന്ത് ചെയ്യാണ് അയാള്? അന്ധേരേമയും ദൂർ ഫേങ് ദേത്താഹെ, അയാൾ ഇരുട്ടത്തേക്ക് വലിച്ചെറിയാണ്. ലഡ്ക. അപ്പം ഇത്രയും ഭാഗമാണ് എന്ത് നമ്മള് മെയിൻ പാർട്ടിൽ പറയുന്നത്. ഇനി കൺക്ലൂഷൻ പാർട്ടാണ്. കൺക്ലൂഷനിൽ ലഡ്ക അപ്നെ താവീസ് കെ ലിയെ ഉസ് വ്യക്തി സെ ലഡ്താ ഹെ, ഉസേ കാട്ട്താ ഹെ ഓർ രോത്താ ഹെ. അപ്പം കുട്ടി ഈ ഏലസിന് വേണ്ടിയിട്ട് ആ വ്യക്തിനോട്, അതായത് ആ പുരുഷനോട് പോരാടാണ്, അയാളോട് കച്ചറ ഉണ്ടാക്കാണ്. ഓർ ഉസേ കാട്ട്താ ഹെ, എന്നിട്ട് അയാളെ കടിക്കുകയാണ്. ഓർ രോത്താ ഹെ, എന്നിട്ട് കരയാണ്. ലേക്കിൻ लेकिन समाज के लोग उस बच्चे की मदद करने के बजाय उसे ही चोर और बदमाश मानकर उसे उस അമീർ വ്യക്തി കാ സാത്ത് ദേത്തെ ഹെ. അപ്പം ഈ സമൂഹത്തിലുള്ള ആൾക്കാര് ഈ കുട്ടീനെ സഹായിക്കുന്നതിന് പകരം, മദത് കർണേക്കെ ബജായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കുന്നതിന് പകരം, ഉസേഹി ചോർ ഓർ ബദ്മാഷ് മാൻകർ, അവനെ തന്നെ കള്ളനായിട്ടും ഒരു ഗുണ്ടയായിട്ടും ഒക്കെ കണക്കാക്കിക്കൊണ്ട് ആ ധനികനായിട്ടുള്ള അമീർ വ്യക്തി എന്ന് പറഞ്ഞാൽ ധനികനായ വ്യക്തിന്റെ കൂടെയാണ്. അതായത് അയാളെ ഭാഗത്താണ് കുറച്ച് പണവും പ്രശസ്തിയൊക്കെ ഈ ആൾക്കാർ നോക്കുമ്പോൾ കാണുന്നത്. ഈ കുട്ടിയാണെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്? ഈ കുട്ടീനെ സഹായിക്കുന്നതിന് പകരം അയാളെ സപ്പോർട്ട് ചെയ്യാണ്. അന്തമേ വഹ് പരിവാർ വഹാം സേ ചലാ ജാത്താ ഹെ. അവസാനം ആ പരിവാർ, ആ കുടുംബം അവിടെ നിന്ന് പോവുകയാണ്. ഒരു ലഡ്ക അന്ധേരേമേം അപ്ന താവീസ് നെഹി ഡൂണ്ട് പാത്ത. കുട്ടിക്കാണെങ്കിൽ ഇരുട്ടത്ത് അവന്റെ ഏലസ് കണ്ടെത്താനും സാധിക്കൂല. ഉസ്കാ മാസൂം ദിൽ നഫ്രത്ത് സേ ഭർ ജാത്താ ഹെ. അവന്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയം, മാസൂം ദിൽ എന്ന് പറഞ്ഞാൽ അവന്റെ ആ നിഷ്കളങ്കമായ ഹൃദയം എന്നാണ്. നഫ്രത്ത് സേ ഭർ ജാത്താ ഹെ, ഭയങ്കര വെറുപ്പ് നിറയുകയാണ്. കഹാനി കി അന്ത് മേം, ഈ സ്റ്റോറിയുടെ അവസാനത്തില് ഹതാശ ഹോക്കർ, അവൻ എന്താ പറയാ, നിരാശനായിക്കൊണ്ട് എന്നാണ്. ഹതാശ ഹോക്കർ എന്ന് പറഞ്ഞാൽ നിരാശനായിക്കൊണ്ട്. സമുദ്ര കി ലഹരോം പർ, കടലിലെ തിരമാലകളിലേക്ക് പത്തർ ഫേങ്കുത്താ ഹെ, കല്ലുകൾ വലിച്ചെറിയാണ്. ഓർ അപ്നി ബേബസി കെ ഗുസ്സെ ഓർ ഗാലിയോം കെ രൂപ മേം ബഹർ നിക്കൽത്താ ഹെ. ഇത് അവൻ എന്ത് ചെയ്യാണ്? അവന്റെ ആ ഒരു നിസ്സഹായതാവസ്ഥ, അപ്പനെ ബേബസിക്കോ എന്ന് പറഞ്ഞെങ്കിൽ അവനെ നിസ്സഹായതാവസ്ഥേനെ ഗുസ്സെ ഓർ ഗാലിയോം കെ രൂപമേ, ദേഷ്യത്താലും തെറികളായിട്ടും ഒക്കെ രൂപത്തിൽ അവൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് കാണിക്കുകയാണ്, പുറത്തേക്ക് പ്രകടിപ്പിക്കുകയാണ്. ഇതില് ഈ കുട്ടീന്റെ മരിച്ചുപോയ അമ്മ തന്ന ഒരേ ഒരു സാധനം, അതിന് കൊടുക്കുന്ന ഒരു വില എത്രമാത്രമാണ് എന്നുള്ളതാണ് ഈ കുട്ടി ഇതിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റോറീന്റെ സമ്മറി എന്ന് പറയുന്നത്.